എല്ലാവർക്കും ട്രേഡേഴ്സ് എഡ്ജിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മികച്ച റിട്ടേൺ നൽകിയിട്ടുള്ള 5 മ്യൂച്വൽ ഫണ്ട്സിനെ കുറിച്ചിട്ടുള്ളതാണ്. അതിൽ തന്നെ ലാർജ് ക്യാപ്പ്, സ്മോൾ ക്യാപ്പ്, മിഡ് ക്യാപ്പ്, ഫ്ലെക്സി ക്യാപ്പ് എന്നീ സെക്ടറിൽ വരുന്ന മികച്ച റിട്ടേൺ നൽകിയിട്ടുള്ള 5 മ്യൂച്വൽ ഫണ്ട്സിനെ കുറിച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഫണ്ട് സ്പ്ലിറ്റ് ആയിട്ട് ലാർജ് ക്യാപ്പ്, മിഡ് ക്യാപ്പ്, സ്മോൾ ക്യാപ്പ് അല്ലെങ്കിൽ ഫ്ലെക്സി ക്യാപ്പ് ഇതിൽ സ്പ്ലിറ്റായിട്ട് അലോക്കേറ്റ് ചെയ്തിട്ട് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് ട്രൈ ചെയ്യുക. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഒരു 5 ഇയേഴ്സിലേക്ക് മിനിമം നിങ്ങളൊരു 5 ഇയേഴ്സിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യണം. 5 ഇയേഴ്സിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരു മികച്ച റിട്ടേൺ കിട്ടുകയുള്ളൂ. നമുക്കറിയാം ഏകദേശം ഇന്ത്യയിൽ തന്നെ ഏകദേശം ഒരു 4000 to 5000 മ്യൂച്വൽ ഫണ്ട്സ് ഉണ്ടാവും. ഇതിൽ നിന്ന് ഏത് മ്യൂച്വൽ ഫണ്ട്സ് സെലക്ട് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ കൺഫ്യൂഷനാണ്. അപ്പം നമുക്ക് ഓരോ സെക്ടറിൽ ഇപ്പോൾ ലാർജ് ക്യാപ്പ്, മിഡ് ക്യാപ്പ്, ഫ്ലെക്സി ക്യാപ്പ് ഇതിലുള്ള മികച്ച റിട്ടേൺ നൽകുന്ന ഓരോരോ സ്റ്റോക്കിലേക്ക് നമുക്ക് പോകാം. ഓരോരോ മ്യൂച്വൽ ഫണ്ടിലേക്ക് നമുക്ക് പോവാം. ഫസ്റ്റായിട്ട് നമ്മൾ ലാർജ് ക്യാപ്പിൽ വരുന്ന മികച്ച റിട്ടേൺ നൽകിയിട്ടുള്ള ഒരു മ്യൂച്വൽ ഫണ്ടിലേക്കാണ് വരുന്നത്. നേവി നിഫ്റ്റി 50 ഇൻഡെക്സ് ഫണ്ട് ഡയറക്റ്റ് ഗ്രോത്ത്. ഇതിൻ്റെ ഒരു ആവറേജ് റിട്ടേൺ, അതായത് പെർ ഇയറിലേക്ക് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ലാസ്റ്റ് ഇയറിൽ നമുക്ക് കിട്ടിയിരിക്കുന്ന റിട്ടേൺ 27.5% ആണ്. ഇതൊരു 3 ഇയറിലേക്ക് നോക്കുമ്പോൾ ആവറേജ് റിട്ടേൺ 14.55%. അതിൻ്റെ ടോട്ടൽ റിട്ടേൺ നോക്കുമ്പോൾ ഏകദേശം 16.93% ഇതിൻ്റെ ഒരു ആനുവൽ റിട്ടേൺ കിട്ടുന്നത്. ഇതിൻ്റെ എൻ എ വി എന്ന് പറയുന്നത് നെറ്റ് അസറ്റ് വാല്യൂ. അത് NAV എങ്ങനെയാണ് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ മ്യൂച്വൽ ഫണ്ടിൻ്റെ ഷെയറിൻ്റെ ടോട്ടൽ വാല്യൂ ഡിവൈഡ് ബൈ എത്ര യൂണിറ്റ് ഇഷ്യൂ ചെയ്യുന്നുള്ളതാണ് NAV വരുന്നത്. നെറ്റ് അസറ്റ് വാല്യൂ ഇത് 16.41 ആണ്. അതുപോലെ എൻ്റെ ഫണ്ട് സൈസ് വരുന്നത് 2448.70 കോടി രൂപയാണ് വരുന്നത്. പിന്നെ നമ്മളൊരു മന്ത്ലി SIP ആണെങ്കിൽ നമുക്കൊരു 5000 പെർ മന്ത് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു ഏകദേശം ഒരു 1 ഇയറിലേക്ക് ആവറേജ് കാൽക്കുലേഷൻ 60,000 ആയിരിക്കും അതിൻ്റെ ടോട്ടൽ ഇൻവെസ്റ്റ്മെൻറ്റ്. അത് ഏകദേശം 64,180 റുപ്പീസ് ആവുമെന്നാണ് കാണിച്ചിരിക്കുന്നത്. പിന്നെ നമുക്ക് അതിൻ്റെ ഹോൾഡിങ്സ് നോക്കുമ്പോൾ പ്രത്യേകിച്ച് ഒന്നുമില്ല. നിഫ്റ്റി 50 ഇൻഡെക്സ് ഫണ്ട് ആയതുകൊണ്ട് തന്നെ നിഫ്റ്റി 50യിലുള്ള 50 സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണ്. നമുക്കറിയാം HDFC ആണ് നിഫ്റ്റി 50യിലെ ഏറ്റവും വെയിറ്റേജ് ഉള്ള സ്റ്റോക്ക്. അതുകൊണ്ട് തന്നെ അതിലാണ് ഏറ്റവും കൂടുതൽ അലൊക്കേഷൻ. ആ സെയിം നിഫ്റ്റി 50യുടെ സെയിം പാറ്റേണിൽ തന്നെയാണ് അവർ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത്. HDFC, റിലയൻസ്, ICICI, ഇൻഫോസിസ്. പിന്നെ അതിൻ്റെ ഹോൾഡിങ്ങിൻ്റെ ഒരു അലോക്കേഷൻ നോക്കുമ്പോൾ ഇക്വിറ്റിയിലാണ് 99.7%, ക്യാഷിൽ 0.3%. 0.3% അവർ ക്യാഷായിട്ട് അവരുടെ കയ്യിലിരിക്കുന്ന ഫണ്ടാണ്. 0.3%, 99.7% അവർ അലോക്കേറ്റ് ചെയ്തിരിക്കുകയാണ്, ഇക്വിറ്റിയിൽ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുകയാണ്. പിന്നെ ഈ സെക്ടർ അലോക്കേഷൻ നോക്കുമ്പോൾ ഫിനാൻഷ്യലാണ് ഏറ്റവും കൂടുതൽ അലോക്കേറ്റ് ചെയ്തിട്ടുള്ളതാണ് 32.9%, അതേ 16.9%. എനർജിയിലേക്ക് ഒരു 50.7%, ടെക്നോളജിയിൽ 12.1%, ഓട്ടോമൊബൈൽ സെക്ടറിൽ വരുമ്പോൾ 8.1%. പിന്നെ അതിൻ്റെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് വരുന്ന SIP ചെയ്യുമ്പോൾ മിനിമം 10 റുപ്പീസാണ്. അതുപോലെ മിനിമം ഇൻവെസ്റ്റ്മെൻറ്റും ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ഒരു റിട്ടേൺസ് 1 ഇയർ ലാസ്റ്റ് ഇയറിലേക്ക് 27.5%, 3 ഇയറിലേക്ക് 14.6%. അതുപോലെ തന്നെ കാറ്റഗറി ആവറേജ് റിട്ടേണും കൊടുത്തിട്ടുണ്ട്. ഇത് ഈ പറഞ്ഞിരിക്കുന്ന മ്യൂച്വൽ ഫണ്ടും പിന്നെ കമ്പാരിസൺ വരുന്ന മ്യൂച്വൽ ഫണ്ട്സിൻ്റെ ഡീറ്റെയിൽസ് ആണ് കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ ഒരു എക്സ്പെൻസ് റേഷ്യോ നോക്കുമ്പോൾ ഏകദേശം 0.06% മാത്രമേ വരുന്നുള്ളൂ. അതായത് നിങ്ങളൊരു 10,000 ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അതിൽ ഏകദേശം 6 റുപ്പീസും, ഏകദേശം 1 lakh ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഏകദേശം 60 റുപ്പീസ് മാത്രമാണ് ഇതിനൊരു എക്സ്പെൻസ് റേഷ്യോ വരുന്നുള്ളൂ. അതുപോലെ തന്നെ ഇതിൻ്റെ റിട്ടേണും കുറവായിരിക്കും. ഇനി നമുക്ക് നെക്സ്റ്റ് വരുന്നത് ഫ്ലെക്സി ക്യാപ്പ് മ്യൂച്വൽ ഫണ്ടാണ്. ഫ്ലെക്സി ക്യാപ്പ് മ്യൂച്വൽ ഫണ്ട് നമ്മൾ പറഞ്ഞ പോലെ തന്നെ അത് ഫ്ലെക്സിബിൾ ആയിട്ടായിരിക്കും ഇൻവെസ്റ്റ് ചെയ്യുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞ ലാർജ് ക്യാപ്പ് നിഫ്റ്റി 50 മ്യൂച്വൽ ഫണ്ടിൽ ഏകദേശം നിഫ്റ്റി 50യിലുള്ള 50 സ്റ്റോക്കിൽ മാത്രം ഇൻവെസ്റ്റ് ചെയ്യുമെങ്കിൽ ഇപ്പോൾ നമ്മൾ ഫ്ലെക്സി ക്യാപ്പിലേക്ക് വരുമ്പോൾ അവർ ലാർജ് ക്യാപ്പിലും നിഫ്റ്റി 50യിലുള്ള 50 സ്റ്റോക്കുകളിലും അതുപോലെ മിഡ് ക്യാപ്പിൽ വരുന്ന സ്റ്റോക്കുകളിലും സ്മോൾ ക്യാപ്പിൽ വരുന്ന സ്റ്റോക്കുകളിലും ഏതിലാണ് കൂടുതൽ റിട്ടേൺ കിട്ടുന്ന ആ സ്റ്റോക്കിലേക്ക് മാറി അവർ ഇൻവെസ്റ്റ് ചെയ്യും. അപ്പോൾ ഇതിൻ്റെ റിട്ടേൺ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഏകദേശം ലാസ്റ്റ് ഇയറിലേക്ക് ഒരു വലിയ റിട്ടേൺ കിട്ടിയിരിക്കുന്നത് 60.51%. നമുക്ക് ആവറേജ് 5 ഇയറിലേക്ക് നോക്കുമ്പോൾ 21.22% ആണ്. പിന്നെ ഇതിൻ്റെ NAV നോക്കുമ്പോൾ 121.94 ഏകദേശം അതിൻ്റെ ഫണ്ട് സൈസ് വരുമ്പോൾ 4,228.30 crores ആണ് വരുന്നത്.
പിന്നെ അതിന് റിട്ടേൺ കാൽക്കുലേറ്റ് കൊടുത്തിട്ടുണ്ട്. മന്ത്ലി SIP മന്ത്ലി ചെയ്യുകയാണെങ്കിൽ 5,000 പെർ മന്ത് ചെയ്യുമ്പോൾ 1 ഇയറിലേക്ക് ഏകദേശം ടോട്ടൽ ഇൻവെസ്റ്റ് 60,000 നിങ്ങൾക്ക് കിട്ടുന്ന റിട്ടേൺ ഉൾപ്പെടെ കിട്ടുന്ന ടോട്ടൽ ഇൻവെസ്റ്റ് 75,204 3 ഇയറിലേക്ക് എത്ര കിട്ടും അതിൻ്റെ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ഹോൾഡിങ്സ് നോക്കുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞിരിക്കുന്നത് നേവി നിഫ്റ്റി 50 ഇൻഡെക്സ് ഫണ്ടിൽ നിഫ്റ്റി 50ൽ വരുന്ന 50 സ്റ്റോക്കുകളാണ് ലാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നതെങ്കിൽ ഇതിൽ ഇപ്പോൾ നമുക്ക് ഫസ്റ്റ് HDFC, ICIC, സ്റ്റേറ്റ് ബാങ്ക്, ഇൻഫോസിസ്, മഹീന്ദ്ര ഇതെല്ലാം ലാർജ് ക്യാപ്പിൽ വരുന്ന നിഫ്റ്റി 50ൽ വരുന്ന സ്റ്റോക്കാണെങ്കിൽ ബ്ലൂ സ്റ്റാർ മിഡ് ക്യാപ്പിൽ വരുന്ന സ്റ്റോക്കാണ്. അതുപോലെ തന്നെ ടെക്സ്മാക്കോ റെയിൽ ആൻഡ് എഞ്ചിനീയറിംഗ് ലിമിറ്റഡ് സ്മോൾ ക്യാപ്പിൽ വരുന്ന സ്റ്റോക്കാണ്. അപ്പോൾ അത് ഫ്ലെക്സിബിൾ ആയിട്ടാണ് ഈ പറഞ്ഞിരിക്കുന്ന സ്റ്റോക്കിലേക്ക് ഈ മ്യൂച്വൽ ഫണ്ടിൽ നിന്ന് ഇൻവെസ്റ്റ്മെൻറ്റ് പോയിരിക്കുന്നത്, അലോക്കേഷൻ പോയിരിക്കുന്നത്. പിന്നെ ഒരു ഇക്വിറ്റി 99.5%, ക്യാഷ് ആയിട്ട് 1.5%. പിന്നെ ഇതിൻ്റെ ഒരു സെക്ടർ അലോക്കേഷൻ നോക്കുകയാണെങ്കിൽ അതേഴ്സിലാണ് കൂടുതൽ 21.8%, ഫിനാൻഷ്യൽ 20.9%. പിന്നെ ഇതിൻ്റെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് മിനിമം ഇൻവെസ്റ്റ്മെൻറ്റ് 1,000 റുപ്പീസും മിനിമം SIP 100 റുപ്പീസും. പിന്നെ ആവറേജ് റിട്ടേൺ ലാസ്റ്റ് ഇയറിൽ വലിയ റിട്ടേൺ 60.5%, 3 ഇയറിലേക്ക് 29.8%, 5 ഇയറിലേക്ക് 29.2% ആണ്. പിന്നെ ഇതിൻ്റെ എക്സ്പെൻസ് റേഷ്യോ 0.41% ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞിരിക്കുന്ന നിഫ്റ്റി 50 ഇൻഡെക്സ് ഫണ്ടിൽ 0.06% ആണെങ്കിൽ നമ്മളിപ്പോൾ ഫ്ലെക്സി ക്യാപ്പ് ഫണ്ടിലേക്ക് വന്നപ്പോൾ അത് 0.41% ആയി. അപ്പോൾ നിങ്ങൾക്കൊരു 1 lakh ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ 410 റുപ്പീസാണ് ഇതിൻ്റെ ഒരു എക്സ്പെൻസ് റേഷ്യോ ആയിട്ട് വരുന്നത്. അടുത്തതായിട്ട് പറയാൻ പോകുന്നത് ഇക്വിറ്റി ലിങ്ക് സേവിങ് സ്കീമിൽ വരുന്ന ഫണ്ടിനെ കുറിച്ചിട്ടാണ്. അതായത് ELSS ഫണ്ട്. അപ്പോൾ ELSS ഫണ്ടിലേക്ക് വരുമ്പോൾ ഇത് ടാക്സ് ബെനിഫിറ്റ് കിട്ടുന്ന ഫണ്ടാണ്. ഇത് സെക്ഷൻ 80C അണ്ടറിൽ ഡിഡക്ഷൻ വരുന്ന ഫണ്ടിൽ വരുന്ന സെക്ഷൻ 80Cയുടെ അണ്ടറിൽ ഡിഡക്ഷൻ വരുന്ന ഫണ്ടുകളിൽ വരുന്ന ഒരു ഫണ്ടാണ് ഇക്വിറ്റി ലിങ്കഡ് സേവിങ് സ്കീം ഫണ്ട്. അപ്പോൾ ഇതിൽ തന്നെ മികച്ച റിട്ടേൺ നൽകുന്ന ക്വാണ്ട് ELSS ടാക്സ് സേവർ ഫണ്ട് ഡയറക്റ്റ് ഗ്രോത്തിനെ കുറിച്ചാണ് പറയുന്നത്. ഇതിൻ്റെ ഒരു റിട്ടേൺ നോക്കുമ്പോൾ 5 ഇയറിലേക്ക് 38.18%, ലാസ്റ്റ് ഇയറിലേക്ക് നോക്കുമ്പോൾ 46.79%, 3 ഇയറിലേക്ക് നോക്കുമ്പോൾ 26.30% ആണ്. ഇതിൻ്റെ നെറ്റ് അസറ്റ് വാല്യൂ 452.05, അതുപോലെ തന്നെ ഫണ്ട് സൈസ് 11,124.71 crores ആണ്. മന്ത്ലി SIP നിങ്ങൾ 5,000 റുപ്പീസ് വെച്ചിട്ട് ചെയ്യുമ്പോൾ 1 ഇയറിലേക്ക് ഏകദേശം 60,000 ടോട്ടൽ ഇൻവെസ്റ്റ്മെൻ്റ് ആണെങ്കിൽ ടോട്ടൽ കിട്ടുന്ന റിട്ടേൺ ഉൾപ്പെടെ കിട്ടുന്ന ബെനിഫിറ്റ് 73,510, 3 ഇയറിലേക്ക് വരുമ്പോൾ 2,66,000, അതുപോലെ തന്നെ 5 ഇയറിലേക്ക് വരുമ്പോൾ 7,06,261 റുപ്പീസാണ് വരുന്നത്. പിന്നെ ഇതിൻ്റെ ഒരു ഹോൾഡിങ്ങിലേക്ക് വരുമ്പോൾ ഇത് HDFC ബാങ്ക്, റിലയൻസ്, അതായത് നമുക്കിത് ഒരു നിഫ്റ്റി 50ൽ വരുന്ന ലാർജ് ക്യാപ്പും മിഡ് ക്യാപ്പും മിക്സ് ചെയ്തിട്ടാണ് ഇതിൻ്റെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് വന്നിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ ഒരു ഹോൾഡിംഗ് അനാലിസിലേക്ക് വരുമ്പോൾ ഇക്വിറ്റിയിൽ 88%, അതുപോലെ ക്യാഷ് ആയിട്ട് 11.9% അവരുടെ ഹോൾഡിങ്ങിലുണ്ട്. പിന്നെ ഇക്വിറ്റി സെക്ടർ അലോക്കേഷനിലേക്ക് വരുമ്പോൾ ഏറ്റവും കൂടുതൽ അലോക്കേറ്റ് ചെയ്തിരിക്കുന്നത് 27.1% ഫിനാൻഷ്യലാണ് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ എനർജിയിൽ 22.7%. പിന്നെ ഇതിൻ്റെ ഒരു എക്സ്പെൻസ്, ഇതിന് മിനിമം ഇൻവെസ്റ്റ്മെൻറ്റ് 500 റുപ്പീസും അതുപോലെ SIP മിനിമം 500 റുപ്പീസുമാണ് മന്ത്ലി ഇൻവെസ്റ്റ്മെൻറ്റ് വരുന്നത്. പിന്നെ ഇതിന് കാറ്റഗറി ആവറേജ് ചെയ്തിട്ടുള്ള റിട്ടേണും കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഒരു എക്സ്പെൻസ് റേഷ്യോ വരുന്നത് 0.65% ആണ്. നമ്മളിപ്പോൾ ആദ്യം പറഞ്ഞ ഇൻഡെക്സ് ഫണ്ട് നിഫ്റ്റി 50 ഇൻഡെക്സ് ഫണ്ടിൽ 0.06% ആണെങ്കിൽ ഫ്ലെക്സി ക്യാബിലേക്ക് വന്നപ്പോൾ 0.41%, ELSS ഫണ്ടിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ 0.65% ആണ് അതിൻ്റെ എക്സ്പെൻസ് റേഷ്യോ വരുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ റിട്ടേണും കൂടുതലാണ്. ഇനി നമ്മൾ അടുത്തത് ആയിട്ട് പറയാൻ പോകുന്നത് മിഡ് ക്യാപ് സെക്ടറിൽ വരുന്ന മികച്ച റിട്ടേൺ നൽകുന്ന ഒരു മ്യൂച്വൽ ഫണ്ടിനെ കുറിച്ചിട്ടാണ്. ഇതിൻ്റെ പേരാണ് മോത്തിലാൽ ഓസ്വാൾ മിഡ് ക്യാപ് ഫണ്ട് ഡയറക്റ്റ് ഗ്രോത്ത്. ഇതിൻ്റെ ഒരു ലാസ്റ്റ് ഇയർ റിട്ടേൺ 70.70% ആണ്. ഏകദേശം ഒരു വലിയ റിട്ടേൺ ആണ് ലാസ്റ്റ് ഇയർ കിട്ടിയിരിക്കുന്നത്. 3 ഇയറിലേക്ക് റിട്ടേൺ 39.33%, 5 ഇയറിലേക്ക് 36.11% ആണ്. നെറ്റ് അസറ്റ് വാല്യൂ 121.25, അതുപോലെ ഫണ്ട് സൈസ് വരുന്നത് 15,940.06 crores ആണ്. പിന്നെ 5,000 SIP വെച്ച് ചെയ്യുകയാണെങ്കിൽ നമുക്ക്
1 ഇയറിലേക്ക് 71,454 അതുപോലെ തന്നെ 3 ഇയറിലേക്ക് കൊടുത്തിട്ടുണ്ട്, അതിൻ്റെ വാല്യൂ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ഹോൾഡിങ്സിലേക്ക് വരുമ്പോൾ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഇത് മിഡ് ക്യാപ് ഫണ്ടിലാണ്, മിഡ് ക്യാപ് ഫണ്ടിലുള്ള സ്റ്റോക്കുകളിലാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ജിയോ ഫിനാൻഷ്യൽ, വോഡാഫോൺ, സൊമാറ്റോ, ട്യൂബ് ഇൻവെസ്റ്റ്മെൻറ്റ്സ് എല്ലാം, കല്യാൺ ജ്വല്ലേഴ്സ് എല്ലാം മിഡ് ക്യാപ് സെക്ടറിൽ വരുന്ന സ്റ്റോക്കുകളാണ്. പിന്നെ ഹോൾഡിങ്ങിലേക്ക് വരുമ്പോൾ ഇക്വിറ്റിയിൽ 78.3%, അതുപോലെ ഡെപ്റ്റിൽ 16.4%, അതുപോലെ തന്നെ ക്യാഷിൽ 5.3% ക്യാഷായിട്ട് ഹോൾഡ് ചെയ്യും. ഡെപ്റ്റ് ഫണ്ട് എന്ന് പറഞ്ഞാൽ ഫിക്സഡ് ഡെപ്പോസിറ്റ് അല്ലെങ്കിൽ ബോണ്ടുകൾ, അതാണ് ഡെപ്റ്റ് ഫണ്ടായിട്ട് പറയുന്നത്. ഫിക്സഡ് ആയിട്ട് ഒരു റിട്ടേൺ കിട്ടുന്ന ഫണ്ടിനാണ് ഡെപ്റ്റ് ഫണ്ട്. പിന്നെ ഇക്വിറ്റി സെക്ടർ അലോക്കേഷനിൽ വരുമ്പോൾ കൂടുതലും ടെക്നോളജിയിലും അതുപോലെ ഓട്ടോമൊബൈൽ സെക്ടറിൽ കഴിഞ്ഞ വർഷം നമുക്കറിയാം ഒരു വലിയ ഗ്രോത്താണ് ഉണ്ടായിട്ടുള്ളത്. പ്രത്യേകിച്ച് ഇ വി വെഹിക്കിൾ, ഇലക്ട്രിക് വെഹിക്കിൾസിൻ്റെ മൂവ്മെൻറ്റ് വന്നതോടുകൂടി തന്നെ വലിയൊരു ഗ്രോത്താണ് വന്നത്. അതുകൊണ്ട് ഈ ഗ്രോത്ത് വളരെ ഗ്രോത്ത് വന്നുകൊണ്ട് തന്നെയായിരിക്കും ഇത് ലാസ്റ്റ് ഇയറിലേക്ക് ഒരു 70% റിട്ടേണൊക്കെ ചിലപ്പോൾ കിട്ടാൻ സാധിച്ചത്. പിന്നെ ഇതിൻ്റെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് വരുന്നത് മിനിമം ഇൻവെസ്റ്റ്മെൻറ്റ് 500 റുപ്പീസ്, മിനിമം SIP 500 റുപ്പീസ് പെർ മന്താണ്. പിന്നെ ഇതിൻ്റെ എക്സ്പെൻസ് റേഷ്യോ വരുന്നത് 0.60% ആണ്. ഇനി നമ്മൾ അടുത്ത് പറയുന്നത് സ്മോൾ ക്യാപ്പ്. ഇതിപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്ന 5ാമത്തെ ഫണ്ടായിട്ട് ലാസ്റ്റ് ഫണ്ട്. ഈ ഫണ്ടാണ് ലാസ്റ്റ് 5 ഇയറിലേക്ക് നോക്കുമ്പോൾ ടോട്ടൽ എല്ലാ ഫണ്ടുകളിലേക്കാളും കൂടുതൽ, ഏറ്റവും കൂടുതൽ പ്രോഫിറ്റ്, ഏറ്റവും കൂടുതൽ റിട്ടേൺ തന്നിട്ടുള്ള ഫണ്ട് ലാസ്റ്റ് 5 ഇയറിലേക്ക് നോക്കുമ്പോൾ ഈ സ്മോൾ ക്യാപ്പിലുള്ള ക്വാണ്ട് സ്മോൾ ക്യാപ്പ് ഫണ്ട് ഡയറക്റ്റ് പ്ലാൻ ഗ്രോത്ത്. ഇതിൻ്റെ ലാസ്റ്റ് 5 ഇയറിലെ ഗ്രോത്ത് നോക്കുമ്പോൾ 50.14% ആണ്. ഇത്ര ഗ്രോത്ത് വേറൊരു മ്യൂച്വൽ ഫണ്ടും തന്നിട്ടില്ല. നമുക്ക് വേണമെങ്കിൽ ഇതിനൊരു കിങ് ഓഫ് ദ മ്യൂച്വൽ ഫണ്ട് എന്ന് പറയാം. പിന്നെ ഇതൊരു സ്മോൾ ക്യാപ്പ് മ്യൂച്വൽ ഫണ്ട് ആയതുകൊണ്ട് ഇതിൻ്റെ റിസ്ക്കും അതുപോലെ തന്നെ കൂടുതലായിരിക്കും. പിന്നെ ഇതിന് 3 ഇയറിലേക്ക് റിട്ടേൺ നോക്കുമ്പോൾ 32.56%, 1 ഇയറിലേക്ക് നോക്കുമ്പോൾ 55.96% ആണ്. നെറ്റ് അസറ്റ് വാല്യൂ 3.5.01, അതുപോലെ ഇതിൻ്റെ ഫണ്ട് സൈസ് നോക്കുമ്പോൾ 25,534.99 crores. നിങ്ങളൊരു SIP 5,000 വെച്ച് ചെയ്യുകയാണെങ്കിൽ 1 ഇയറിലേക്ക് 73,944, 3 ഇയറിലേക്ക് 2,92,220, 5 ഇയറിലേക്ക് 8,96,219 പിന്നെ ഇത് നമ്മൾ പറഞ്ഞ പോലെ തന്നെ സ്മോൾ ക്യാപ്പിലായിരിക്കും കൂടുതൽ ഫണ്ടും ഇൻവെസ്റ്റ്മെൻറ്റ് വന്നിരിക്കുന്നത്. കൂടുതൽ അലോക്കേഷനും സ്മോൾ ക്യാപ്പിലുള്ള സ്റ്റോക്കുകളിലേക്കായിരിക്കും ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഹോൾഡിംഗ് അലാൻസിലേക്ക് വരുമ്പോൾ ഇക്വിറ്റിയിൽ 84.3%, ക്യാഷായിട്ട് 14.7%, ഡെപ്റ്റിൽ 1%. അതുപോലെ ഇക്വിറ്റി സെക്ടർ ഏറ്റവും കൂടുതൽ അലോക്കേഷൻ നടക്കുന്നത് ഫിനാൻഷ്യലിലാണ് 25.6%, അതേസരി 70%. ബാങ്കിലാണ് കൂടുതലും ഇൻവെസ്റ്റ്മെൻറ്റ് വന്നിരിക്കുന്നത്, ബാങ്ക് സെക്ടറിലാണ്. പിന്നെ ഇത് മിനിമം ഇൻവെസ്റ്റ്മെൻറ്റ് 5,000 ആണ്, അതുപോലെ SIP മിനിമം 1,000 ആണ്. ഫണ്ട് റിട്ടേൺ ഞാൻ പറഞ്ഞതാണ് നേരത്തെ. പിന്നെ കാറ്റഗറി ആവറേജ് നോക്കുമ്പോൾ ലാസ്റ്റ് ഇയർ 49.6, അതുപോലെ 3 ഇയറിലേക്ക് 25.1, 5 ഇയറിലേക്ക് 33.3% ആണ്. ഇതിൻ്റെ എക്സ്പെൻസ് റേഷ്യോ നോക്കുമ്പോൾ 0.64% ആണ് ഇതിൻ്റെ എക്സ്പെൻസ് റേഷ്യോ വരുന്നത്. റിട്ടേൺ കൂടുതൽ തരുന്നതുകൊണ്ട് തന്നെ ഇതിൻ്റെ എക്സ്പെൻസ് റേഷ്യോ അതുപോലെ കൂടുതലും. ഇതിൻ്റെ റാങ്കിങ് ഒക്കെ നോക്കുകയാണെങ്കിൽ ഇത് നമ്പർ 1 റാങ്കിങ്ങിൽ വരുന്ന മ്യൂച്വൽ ഫണ്ടാണ്. ഏറ്റവും കൂടുതൽ റിട്ടേൺ ലാസ്റ്റ് 5 ഇയറിലേക്ക് തന്ന മ്യൂച്വൽ ഫണ്ടാണ്. അപ്പോൾ നിങ്ങൾ മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് സ്റ്റഡി ചെയ്യുക. ഒരു ഫിനാൻഷ്യൽ അഡ്വൈസറെ ഹെൽപ്പ് കൂടി, അതിൻ്റെ അഡ്വൈസോട് കൂടി മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ ട്രൈ ചെയ്യുക. അപ്പോൾ ഞാൻ പറഞ്ഞിരിക്കുന്ന ടോപ്പായിട്ടുള്ള 5 ബെസ്റ്റ് മ്യൂച്വൽ ഫണ്ടാണ്. ഓരോരോ സെക്ടറിലുള്ള ടോപ്പായിട്ടുള്ള 5 ബെസ്റ്റ് മ്യൂച്വൽ ഫണ്ട്സാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും ശ്രമിക്കുക. അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടതിന് എല്ലാവർക്കും നന്ദി, നമസ്കാരം. താങ്ക് യു വെരി മച്ച്.